ബഹുമാനരായ സത്യവിശ്വാസികളെ വിശ്വാസികൾ, അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് അവൻ്റെ വിധി വിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും എല്ലാ സന്ദർഭത്തിലും പാലിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഏവരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. ഒരു വിശ്വാസിയുടെ കൈമുതൽ എന്ന് പറയുന്നത് വ്യക്തതയാണ്. ആശയക്കുഴപ്പങ്ങളിൽ നിന്ന് വ്യക്തത തേടിയെത്തുന്നവനെയാണ് വിശ്വാസി എന്ന് വിളിക്കുന്നത്. പ്രത്യേകിച്ച് വിശ്വാസപരമായ കാര്യങ്ങളിൽ, ഇസ്ലാമുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ എന്തെങ്കിലും നിലക്കുള്ള ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാകുമ്പോൾ അതങ്ങനെ അങ്ങ് നീട്ടിക്കൊണ്ടുപോവുകയില്ല. എത്രയും നേരത്തെ അതിൽ വ്യക്തത വരുത്തുമെന്നതാണ് വിശ്വാസത്തിന്റെ അടയാളം. നമുക്കൊരു അസുഖമുണ്ട് എന്ന് ഡയഗ്നോസ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മൾ ഒരിക്കലും അതിന് മെഡിസിൻ കഴിക്കാൻ നീട്ടിക്കൊണ്ടുപോവാറില്ല. എത്രയും വേഗത്തിൽ അതിന് പറ്റുന്ന ഡോക്ടേഴ്സിനെ കണ്ട് നമ്മളതിനുള്ള പ്രതിവിധി തേടും. അത് നമ്മുടെ തടിയുടെ, നമ്മുടെ ആരോഗ്യത്തിന്റെ ഈ ലോകത്ത് നമ്മൾ അനുഭവിക്കുന്ന ഒരു വിഷയമാണ്. എന്നാൽ അതിലേറെ പ്രധാനപ്പെട്ട കാര്യമാണെന്ത്? നമ്മൾ മരിച്ചാൽ പരലോകത്ത് നമ്മുടെ സ്വർഗവും നരകവും ബന്ധപ്പെട്ട വിഷയം. അത് നിർണയിക്കുന്നതിൽ പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മുടെ വിശ്വാസപരമായ കാര്യം. അപ്പൊ അതില് ഒരു വ്യക്തത എപ്പോഴും ഒരു വിശ്വാസിക്ക് അനിവാര്യമാണ്. അതൊരിക്കലും നീട്ടിക്കൊണ്ടു പോകാൻ പാടില്ല. കാരണം എപ്പോഴാ അള്ളാഹു നമ്മളെ ഇവിടുന്ന് തിരിച്ചു വിളിക്കുക നമുക്ക് പറയാൻ കഴിയില്ല. ഏത് സമയത്തും നമ്മൾ മരണപ്പെട്ടേക്കാം. അതുകൊണ്ട് തന്നെ അതിൽ ഒരുപാട് വിഷയങ്ങൾ ഇത്തരം വ്യക്തത ആവശ്യമുള്ളതുണ്ട്. അതിൽ ഇസ്ലാമും ബുദ്ധിയും തമ്മിലുള്ള ബന്ധം മനസ്സിലാക്കുമ്പോൾ തിരുത്തേണ്ട ചില ധാരണകൾ സമൂഹത്തിലുണ്ട്. ആ ധാരണകൾ കൃത്യമായി മനസ്സിലാക്കി തിരുത്തേണ്ടത് തിരുത്തി മുന്നോട്ട് പോവുക എന്നത് വിശ്വാസികൾക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പൊതുവെ സമൂഹത്തിൽ ഒരു ധാരണയുള്ളത് ഇസ്ലാമിൽ ബുദ്ധിക്ക് യാതൊരു പ്രാധാന്യവും ഇല്ല എന്നതാണ്. അതൊട്ടും ശരിയല്ല. കാരണം വിശുദ്ധ ഖുർആൻ തന്നെ വിശുദ്ധ ഖുർആനിനെ പറ്റി പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ ബുദ്ധി കൊടുത്ത് ചിന്തിക്കണം എന്നാണ്. കിതാബുൻ അൻസൽനാഹു ഇലൈക മുബാറക്കും, ഇതാ നാം നിനക്ക് അവതരിപ്പിച്ച വേദഗ്രന്ഥം, മുബാറക്കും, അത് അനുഗ്രഹീതമായ ഗ്രന്ഥമാണ്. എന്നിട്ട് പറഞ്ഞ എന്താ? ലിയദ്ദബ്ബറൂ ആയാതിഹി, അതിന്റെ ആയത്തുകളെ കുറിച്ച് നിങ്ങൾ ബുദ്ധി കൊടുത്ത് ചിന്തിക്കുന്നതിന് വേണ്ടി. വലിയതദക്കറ ഉലുൽ അൽബാബ്, ബുദ്ധിമാന്മാർ ഓർമ്മിക്കുവാനും വേണ്ടി അത്രയെന്ന്. അപ്പൊ വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകളെ സംബന്ധിച്ച്, അതിന്റെ ദൃഷ്ടാന്തങ്ങളെ സംബന്ധിച്ച് നമ്മൾ ബുദ്ധി കൊടുത്ത് ആലോചിക്കുക എന്നത് വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. സൂറത്ത് മുഹമ്മദിലെ 24-ലും സൂറത്ത് നിസാഇന്റെ 82-ലും ഒക്കെ സമാനമായ ആശയങ്ങൾ നമുക്ക് കാണാൻ കഴിയും. മറ്റൊന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നു, സൃഷ്ടി പ്രപഞ്ചത്തെക്കുറിച്ച് ഒരു വിശ്വാസി ചിന്തിക്കണമെന്നാണ്. അതിനെക്കുറിച്ച് നമ്മൾ ആലോചിക്കണം. അവലം യതഫക്കറൂ ഫീ അൻഫുസിഹിം, അവർ അവരുടെ മനസ്സുകളിൽ ചിന്തിച്ചു നോക്കുന്നില്ലേ? എന്ത്? മാ ഖലഖല്ലാഹുസ് സമാവാതി വൽ അർള വമാ ബൈനഹുമാ ഇല്ലാ ബിൽ ഹഖ്, ഈ ആകാശത്തും ഭൂമിയിലും അതിനിടയിലുള്ളതിലും എന്നെ കുറിച്ചൊക്കെ, അതിന്റെ സൃഷ്ടിപ്പിനെ, ആ സൃഷ്ടിച്ചത് വൃദ്ധാവിലല്ല, വെറുതെയല്ല, ഇല്ലാ ബിൽ ഹഖ്, അത് ഒരു മുറപ്രകാരമാണ് എന്ന കാര്യം അവർ ചിന്തിക്കുന്നില്ലേ? വഅജലിൻ മുസമ്മാ, അതിനൊരു പ്രത്യേക അവധിയുണ്ട് എന്ന കാര്യവും. ഈ ആകാശഭൂമിയും അതിനിടയിലുള്ളതുമൊക്കെ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് വെറുതെയല്ലെന്നും അതിനൊരു അവധിയുണ്ടെന്ന കാര്യവും അവർ ഉറ്റാലോചിക്കുന്നില്ലേ എന്നാണ്. വഇന്ന കസീറൻ മിനന്നാസി, മഹാഭൂരിപക്ഷം ആളുകളിലും ബിലിഖാഇ റബ്ബിഹിം ലകാഫിറൂൻ, അവരവരുടെ രക്ഷിതാവിനെ കണ്ടുമുട്ടുന്ന കാര്യം നിഷേധിക്കുന്നവരാകുന്നു എന്നാണ്. അപ്പോ സൃഷ്ടി പ്രപഞ്ചത്തെക്കുറിച്ച് ചിന്തിക്കുവാൻ വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അതുപോലെ തന്നെ വീണ്ടും പറഞ്ഞു, നിങ്ങളുടെ മുൻഗാമികളായ, നിങ്ങൾക്ക് മുൻപ് ഇവിടെ ജീവിച്ച് മരണപ്പെട്ടു പോയ സമുദായങ്ങളുടെ അവസ്ഥ നിങ്ങൾ ചിന്തിക്കണം, അതിനെക്കുറിച്ച് നിങ്ങൾ പഠിക്കണം. ഖുൽ സീറൂ ഫിൽ അർദ്, നിങ്ങൾ ഭൂമിയിലൂടെ സഞ്ചരിക്കുവീൻ. സുമ്മൻദുറൂ, എന്നിട്ട് നിങ്ങൾ നോക്കിക്കാണുവീൻ, മനസ്സിലാക്കുവീൻ, ചിന്തിക്കുവീൻ. കൈഫ കാന ആഖിബത്തുൽ മുകദ്ദിബീൻ, ഇതിനെയെല്ലാം നിഷേധിച്ച് കടന്നുപോയ ജനതയുടെ പര്യവസാനം എങ്ങനെയായിരുന്നുവെന്ന് നിങ്ങൾ അന്വേഷിച്ച് മനസ്സിലാക്കുവീൻ. ഇതേ കാര്യം
സൂറത്ത് ഹിജ്റിന്റെ 46-ലും സൂറത്ത് അൻആമിലെ 6-ാമത്തെ ആയത്തിലും നമുക്ക് കാണാൻ കഴിയും. അപ്പൊ മൂന്നാമതായി മുൻ സമുദായങ്ങളെ കുറിച്ച് കൃത്യമായി ചിന്തിക്കണമെന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നു, ബുദ്ധി ഉപയോഗിക്കണമെന്ന് പറയുന്നു. പിന്നെയോ അന്ധമായി ഒരു കാര്യത്തെയും നിങ്ങൾ പിൻപറ്റാൻ പാടില്ല. അതും ഖുർആൻ കൃത്യമായി പറഞ്ഞു. വലാ തഖ്ഫു മാ ലൈസ ലക ബിഹി ഇൽം. കൃത്യമായ അറിവിന്റെ അടിസ്ഥാനത്തിലല്ലാതെ നിങ്ങൾ യാതൊന്നിനെയും തന്നെ പിൻപറ്റി പോകരുത്. കാരണം ഇന്ന സമഅ വൽ ബസറ വൽ ഫുആദ്, നിശ്ചയമായും നിങ്ങളുടെ കേൾവിയും കാഴ്ചയും നിങ്ങളുടെ ഹൃദയവുമെല്ലാം കുല്ലു ഉലൈക കാന അൻഹു മസ്ഊലാ, നാളെ പരലോകത്ത് ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യും. നരകത്തിൽ പോകുന്ന ആളുകളെ പറ്റി പറഞ്ഞതാരാ? ബുദ്ധിയും നിങ്ങൾക്ക് കണ്ണ് തന്നു, കാണേണ്ടത് കണ്ടില്ല. നിങ്ങൾക്ക് കാത് തന്നു, കേൾക്കേണ്ടത് കേട്ടില്ല. നിങ്ങൾക്ക് ഹൃദയം തന്നു, ചിന്തിക്കേണ്ടത് ചിന്തിച്ചില്ല. അങ്ങനെയുള്ള ആളുകളാണ് നാളെ നരകത്തിന്റെ അവകാശികളാവുക എന്നാണ്. അപ്പൊ ചിന്തിക്കണമെന്നാണ് വിശുദ്ധ ഖുർആൻ ആഹ്വാനം ചെയ്യുന്നത്. മാത്രവുമല്ല, ഈ ബുദ്ധി നഷ്ടപ്പെടുന്ന ഒരു കാര്യത്തിലും നമ്മൾ ഇടപെടാനും പാടില്ല. ബുദ്ധിയെ മരവിപ്പിച്ച് കളയുന്ന, ബുദ്ധിയെ ഇല്ലാതെയാക്കി കളയുന്ന, അതിന് ഭ്രംശം വരുന്ന ഒരു വിഷയത്തിലും ഒരു വിശ്വാസി ഇടപെടാൻ പാടില്ല. അതുകൊണ്ടാണ് കള്ള് ഹറാമാക്കിയത്, അതുകൊണ്ടാണ് ലഹരി ഹറാമാക്കിയത്. കാരണം ആ ലഹരി മനുഷ്യനെ ബാധിച്ചു കഴിഞ്ഞാൽ അവൻ എന്താ ചെയ്യണമെന്ന് അവൻ തന്നെ അറിയില്ല. അവന്റെ ബുദ്ധിയൊക്കെ എന്ത് ചെയ്യുമ്പോൾ അവിടെ പ്രശ്നവും കുഴപ്പവും വക്കാണവും ഒക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. ഇന്നമാ യുരീദു ശൈത്താൻ, നിശ്ചയമായി ശൈത്താൻ ഉദ്ദേശിക്കുന്നത് മദ്യത്തിലൂടെയും ചൂതാട്ടത്തിലൂടെയും മനുഷ്യർക്കിടയിൽ വിദ്വേഷവും പകയും ഉണ്ടാക്കാനാണ് ശൈത്താൻ ഉദ്ദേശിക്കുന്നത്. വയസുദ്ധക്കും മന്ദിക്കില്ല, അവൻ അള്ളാഹുവിന്റെ ദിക്റിനെ തൊട്ടവൻ അതിൽ നിന്ന് മടങ്ങിപ്പോകും. മനുസ്വലാ, നിസ്കാരത്തിൽ നിന്നുമൊക്കെ ഫഅല്ലൻതും മുൻതഹൂൻ, അതുകൊണ്ട് നിങ്ങൾക്ക് വിരമിക്കാനായില്ലേ എന്നാണ്. അപ്പോ ബുദ്ധിയെ മരവിപ്പിക്കുന്ന ഒരു സാധനം ഉപയോഗിക്കാൻ പാടില്ല. ഇത്ര വലിയ തോതിൽ ബുദ്ധിക്ക് പ്രാധാന്യം കൊടുത്ത ഒരു മതമാണ് ഇസ്ലാം എന്ന് പറയുന്നത്. അപ്പൊ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുക, ഇസ്ലാം ബുദ്ധിക്ക് പ്രാധാന്യം കൊടുക്കുന്നില്ല എന്ന കാഴ്ചപ്പാട് ഒരു സമൂഹവും വെച്ച് പുലർത്താൻ പാടില്ല. ഒന്ന്. എന്നാൽ രണ്ടാമതുള്ള ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ, എല്ലാം ബുദ്ധിയാണ്, അതിനപ്പുറം ഒന്നുമില്ല. അതായത് എല്ലാ കാര്യവും മനസ്സിലാക്കാനുള്ള മാനദണ്ഡം എന്റെ ബുദ്ധിയാണ്, അതിനപ്പുറത്ത് പിന്നൊന്നുമില്ല, അവസാന വാക്ക് എന്റെ ബുദ്ധിയാണ്. ഇങ്ങനെ ഒരു കാഴ്ചപ്പാട് സമൂഹത്തിൽ പൊതുവെ ഉണ്ടാവാറുണ്ട്. ഇതും യഥാർത്ഥത്തിൽ ഇസ്ലാം അംഗീകരിക്കുന്ന ഒരു കാഴ്ചപ്പാടല്ല. കാരണം വയസ്അലൂനക അനിർ റൂഹ്, വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു ചോദിക്കുകയാണ്, റൂഹിനെ കുറിച്ച്, ആത്മാവിനെ കുറിച്ച് അവർ നിന്നോട് ചോദിക്കുന്നു നബിയേ. റൂഹ്, നീ പറഞ്ഞു കൊടുക്കുക, റൂഹ് എന്ന് പറഞ്ഞാൽ മിൻ അംരി റബ്ബി, എന്റെ റബ്ബിന്റെ കാര്യത്തിൽപ്പെട്ടതാണ്. വമാ ഊതീതും മിനൽ ഇൽമി ഇല്ലാ ഖലീലാ, അറിവിൽ നിന്നും വളരെ കുറച്ചു മാത്രമേ നാം അവർക്ക് നൽകിയിട്ടുള്ളൂ. വളരെ വ്യക്ത. ഇപ്പോഴും നിങ്ങൾ ആലോചിച്ച് നോക്കി, സാമൂഹ്യ ശാസ്ത്രജ്ഞന്മാർക്കിടയിൽ, മനഃശാസ്ത്രജ്ഞന്മാർക്കിടയിൽ, ശാസ്ത്രജ്ഞന്മാർക്കിടയിൽ ഇപ്പോഴും മനുഷ്യന്റെ ആത്മാവ് ഒരു ചോദ്യചിഹ്നമാണ്. അതിനെക്കുറിച്ച് ഏകകണ്ഠമായ ഒരു വിവക്ഷ പറയാൻ, ഒരു നിർവചനം പറയാൻ ഈ സമയത്ത് പോലും ആളുകൾക്ക് സാധ്യമായിട്ടില്ല. മരണം ഒരു സമസ്യയാണ് ഇന്നും. എന്താണ് മരണം എന്നതിനെ കുറിച്ച് കൃത്യമായി പറയാൻ ഇന്നും ശാസ്ത്രലോകത്തിന് കൃത്യമായി ഇത് വഴങ്ങിയിട്ടില്ല. അതെ, നമുക്ക് വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ മനുഷ്യരെ ഞാൻ നിങ്ങൾക്ക് നൽകിയിട്ടുള്ളൂ. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എന്താണ്? നിങ്ങൾ അള്ളാഹുവിന്റെ അടുക്കിലേക്ക് വിടുക, അള്ളാഹുവിന്റെ അടുക്കൽപ്പെട്ട കാര്യമാകുന്നു എന്നാണ്. അപ്പൊ എന്തു മനസ്സിലായി? എല്ലാം നമ്മളെ ബുദ്ധി കൊണ്ടങ്ങോട്ട് ഉഴുതു മറിച്ച് മുഴുവൻ നമ്മക്കണ് മനസ്സിലാക്കാൻ കഴിയും എന്നാരും വിചാരിക്കേണ്ടതില്ല. കാരണം നമുക്ക് വിവരം ലഭിക്കുന്നത് രണ്ട് വഴിയിലൂടെയാണ്. ഒന്ന് പഞ്ചേന്ദ്രിയങ്ങളിലൂടെ. ആ പഞ്ചേന്ദ്രിയങ്ങൾക്ക് പരിമിതിയുണ്ട്. ഒന്ന് കണ്ണാണല്ലോ. എന്റെ കണ്ണുകൊണ്ട് നോക്കിയാൽ കാണുന്ന ഒരു ദൂരമുണ്ട്, അതിനപ്പുറത്ത് എനിക്ക് കാണാൻ കഴിയില്ല. എന്റെ കാതുകൊണ്ട് കേൾക്കാൻ ഒരു അകലമുണ്ട്, അതിനപ്പുറത്തുള്ള ശബ്ദം എനിക്ക് കേൾക്കാൻ കഴിയില്ല. പിന്നെ തൊട്ടറിവാണ്. ഒരു കാര്യം തൊട്ടുകൊണ്ട് മനസ്സിലാക്കാൻ പരിമിതിയുണ്ട്, അതിൽ വളരെ കുറച്ച് വിവരങ്ങളെ അതുകൊണ്ട് കിട്ടുകയുള്ളൂ. രുചിച്ചറിയാം, ആ രുചി കൊണ്ടും തന്നെ പരിമിതിയുണ്ട്. അങ്ങനെ പഞ്ചേന്ദ്രിയങ്ങൾക്കെല്ലാം പരിമിതിയുണ്ട്. ഇനി നമ്മളൊരു യന്ത്രം ഉപയോഗിച്ചു വിചാരിക്കും. ഇപ്പൊ വലിയ വലിയ ക്യാമറകളൊക്കെ ഉണ്ട്, എത്രയോ കിലോമീറ്ററുകൾക്ക് അപ്പുറത്തുള്ള സാധനം ഇവിടെ ഇരുന്നു കൊണ്ട് സൂം ചെയ്ത് കൊണ്ടുവരാൻ പറ്റും. പക്ഷെ അതിനും പരിമിതിയുണ്ട്, അതിന്റെ അപ്പുറത്ത് കാണൂല. ഏത് ഉപകരണം ഉപയോഗിച്ചാലും അതിന്റെ ഒക്കെ അപ്പുറം ഒരു സമസ്യയാണ്. അതുകൊണ്ടാണ് മനുഷ്യന്റെ അറിവിന് പരിമിതിയുണ്ടെന്ന് പറയാൻ കാരണം, മനുഷ്യന് കിട്ടുന്ന പഞ്ചേന്ദ്രിയങ്ങളിലൂടെ കിട്ടുന്ന വിവരത്തിന് പരിമിതിയുണ്ട് എന്നതുകൊണ്ടാണ്.
അതുകൊണ്ടാണ് ശാസ്ത്രത്തിന് പരിമിതി ഉണ്ട് എന്ന് പറയാനുള്ള കാരണം മനുഷ്യൻ ഈ പഞ്ചേന്ദ്രിയങ്ങളിലൂടെ മനസ്സിലാക്കിയ കാര്യങ്ങൾ വെച്ചുകൊണ്ടാണ് ശാസ്ത്രീയമായ നിഗമനങ്ങളിൽ എത്തിച്ചേരുന്നത്. ആ ശാസ്ത്രത്തിനും അതുകൊണ്ട് പരിമിതി ഉണ്ടാകും. പല ആളുകൾക്കും എന്താന്ന് വെച്ചാൽ ശാസ്ത്രം പറഞ്ഞു എന്ന് പറഞ്ഞാൽ വേഗം അംഗീകരിക്കും, പിന്നെ അവനൊരു ബുദ്ധി നാളെ പ്രയോഗിക്കുന്നില്ല, പിന്നെ വേഗം എന്തായി അത് അംഗീകരിക്കും. അവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ശാസ്ത്രം വർക്ക് ചെയ്യുന്നത് 3 വിധത്തിലാണ്, 3 രൂപത്തിലാണ് ശാസ്ത്രം വർക്ക് ചെയ്യാറുള്ളത്. ഒന്ന് റിട്രാക്ഷനാണ്, അഥവാ വിഡ്രോവലാണ്, പിൻവലിക്കുക എന്നുള്ളതാണ്. കുറെ കാര്യങ്ങൾ പറയും. ഇപ്പൊ പ്ലോട്ടോ 9ാമത്തേതാണെന്ന് നേരത്തെ പറഞ്ഞിരുന്നു, ആ വാദം ഇപ്പൊ പിൻവലിച്ചു. ഒരു വർഷം 1 മില്യൺ കണ്ടുപിടുത്തം നമ്മുടെ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആ കണ്ടുപിടുത്തങ്ങളിൽ എത്രയോ എണ്ണം പിൻവലിച്ചുകൊണ്ടിരിക്കുകയാണ്. രണ്ടാമത്തേത് നമുക്കറിയാം, അമെൻമെന്റുകളാണ്, കറപ്ഷനുകളാണ്. അതായത് കുറെ കണ്ടെത്തും, എന്നിട്ട് പറയും അത് അങ്ങനെയല്ലേന്നു എന്ന് പറഞ്ഞു കണ്ടെത്തിയും തിരുത്തുന്ന സാഹചര്യങ്ങൾ പലപ്പോഴും ഉണ്ടാവും. ഒന്ന് പറ്റ പിൻവലിക്കുന്നതാണ് മഹാഭൂരിപക്ഷം. കണ്ടെത്തിയ കാര്യങ്ങൾ എന്ത് ചെയ്യും? പിൻവലിക്കും. മറ്റൊന്ന് കണ്ടെത്തിയ കാര്യങ്ങളിൽ പിന്നെ എന്ത് പറയും? അമെൻമെന്റുകൾ പറയും. നമുക്കറിയാം, പീരിയോഡിക് ടേബിള് ആദ്യം ഇത്രയുണ്ടായിരുന്നില്ല, 118 പിന്നെ ഇപ്പൊ ഇനിയും കണ്ടുപിടിക്കുമെന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അനന്തമായി നീണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. മൂന്നാമത്തത് ശാസ്ത്രത്തിന്റെ ഒരു മേഖല എന്ന് പറയുന്നത് അഡ്വാൻസ്മെന്റ് ആണ്, അഥവാ ഇന്നോവേഷൻ ആണ്, അഥവാ പുതിയ പുതിയ കാര്യങ്ങൾ കണ്ടെത്തലാണ്. ആ പുതിയ കാര്യങ്ങൾ കണ്ടെത്തുന്നു എന്നത് മൂന്നാമത്തെ കാര്യമാണ്. പക്ഷെ ശാസ്ത്രം എന്ന് പറയുമ്പോൾ ആളുകളുടെ ധാരണ ആദ്യത്തെ 2 അല്ല, മനസ്സിലില്ല. ഒക്കെ ശാസ്ത്രം ഇങ്ങനെ പുതിയത് കണ്ടെത്തുന്നു, അതൊക്കെ ഇങ്ങനെ ശരിയായി പോകണം എന്നുള്ളതാണ്. തെറ്റാണ് ആ കാര്യം. സയൻസ് എന്നാൽ ഇന്നോവേഷൻ മാത്രമല്ല, അതിലെന്തുണ്ട്? റിട്രാക്ഷനുമുണ്ട്, അമെൻമെന്റുമുണ്ട്, അഥവാ വിഡ്രോവലുണ്ട്, കറപ്ഷനുണ്ട്, അഥവാ പിൻവലിക്കലുണ്ട്, മാറ്റം വരുത്തലുണ്ട്. ഈ കാര്യം കൃത്യമായി നമ്മൾ തിരിച്ചറിഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകണം. ശാസ്ത്രം അങ്ങനെ തിരുത്തിയതിന്റെ എത്രയോ ഉദാഹരണങ്ങൾ നമുക്ക് ശാസ്ത്ര വിദ്യാർത്ഥികൾക്ക് എണ്ണാൻ കഴിയും. ഭൂമിയാണ് നടുവിൽ എന്ന ടോളമിയുടെ വാദം കെപ്ലറും ഗലീലിയോയും തിരുത്തിയത് സാമൂഹ്യ ശാസ്ത്രത്തിൽ നമ്മൾ പഠിക്കുന്നുണ്ട്. മാത്രവുമല്ല, ഇപ്പോൾ മിൽക്കി വേ എന്ന് പറയുന്ന കാഴ്ചപ്പാട് തന്നെ വികസിച്ചുകൊണ്ടിരിക്കുകയാണ്. മിൽക്കി വേയുടെ ഉള്ളിൽ, സൗരയൂഥത്തിന്റെ ഉള്ളിൽ മാത്രമല്ല ഇപ്പോൾ നിലനിൽക്കുന്നത്, അതിനപ്പുറത്ത് ലോകമുണ്ട് എന്ന് കണ്ടുപിടിച്ചു കഴിഞ്ഞു. ആലോചിച്ചു നോക്കൂ നിങ്ങൾ. അപ്പോ ഓരോ ദിവസവും തിരുത്തിക്കൊണ്ടേയിരിക്കുകയാണ്. പണ്ട് കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുത്തിരുന്ന ആറ്റമാണ് ഏറ്റവും ചെറിയ സ്മോൾ പാർട്ടിക്കിൾ എന്നാണ് പഠിപ്പിച്ചു കൊടുത്തിരുന്നത് എങ്കിൽ പിന്നീട് അതിലും ചെറുതുണ്ട്, അത് പ്രോട്ടോൺ ഉണ്ട്, ഇലക്ട്രോൺ ഉണ്ട്, ന്യൂട്രോൺ ഉണ്ട് എന്നൊക്കെ പറഞ്ഞു. അവിടൊന്നും പോയി ഇപ്പൊ ഏറ്റവും ചെറുതായി കോർക്കുകളാണ് എന്ന് പറയുന്നു, അത് ആന്റി കോർക്കുകളാണെന്ന് പറയുന്നു. ഇപ്പോൾ അതും ഡിവൈഡ് ചെയ്തു പോകുമെന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ എന്ത് മനസ്സിലാകുന്നു? ഇതെല്ലാം കണ്ടുപിടിക്കുന്നത് നിഗമനങ്ങൾ മാത്രമാണ്. അത് ഈ ഒരു നൂറ്റാണ്ട് കഴിയുമ്പോൾ അടുത്തൊരു നൂറ്റാണ്ടിൽ ഇതൊന്നുമല്ല കണ്ടെത്തുക. അതിന്റെ അർത്ഥം എന്താ? ഈ കണ്ടെത്തുന്ന സാധനം ഇവരാരുടെയും വകയൊന്നുമല്ല, അതൊക്കെ ഇവിടെ നേരത്തെ ഉള്ളതാണ്. മനുഷ്യന്റെ പരിമിതി കൊണ്ട് അവിടേക്ക് എത്തില്ല എന്നുള്ളതാണ്. അപ്പൊ തിരിച്ചറിയേണ്ട കാര്യം എന്താ? എന്തുകൊണ്ട് പരിമിതി ഉണ്ടാവുന്നു? നമ്മൾ ശാസ്ത്രത്തിന് ആക്ഷേപിക്കല്ല, അത് മനുഷ്യന്റെ പരിമിതിയാണ്. മനുഷ്യന് പഞ്ചേന്ദ്രിയങ്ങളിലൂടെയും അവൻ വികസിപ്പിച്ചെടുത്ത ഉപകരണങ്ങളിലൂടെയും മാത്രമേ കാര്യങ്ങൾ കണ്ടറിയാൻ കഴിയുകയുള്ളൂ. അതിനപ്പുറത്തേക്ക് പോകുവാൻ അവന് സാധ്യമല്ല എന്നത് നമ്മൾ തിരിച്ചറിയേണ്ട വളരെ സുപ്രധാനമായ ഒരു കാര്യമാണ്. അതുകൊണ്ട് നാം മനസ്സിലാക്കുക, നമ്മുടെ ബുദ്ധി എന്ന് പറയുന്നത് പരിമിതമാണ്. അതാണ് ഒന്ന് മനസ്സിലാക്കേണ്ടത്. മാത്രമല്ല, അത് ആപേക്ഷികമാണ്. മനുഷ്യന്റെ ബുദ്ധി എന്ന് പറയുന്നത് ആപേക്ഷികമാണ്. തൊഴിൽ, ഒരു ഡോക്ടറുടെ ബുദ്ധിയല്ല ഒരു കർഷകൻ ഉണ്ടാവുക, ഒരു കർഷകന്റെ ബുദ്ധിയല്ല ഒരു അധ്യാപകൻ ഉണ്ടാവുക, ഒരു അധ്യാപകന്റെ ബുദ്ധിയല്ല ഒരു എഞ്ചിനീയർക്ക് ഉണ്ടാവുക. അവർ ഇടപെടുന്ന വിഷയത്തിൽ, അവർ പഠിച്ച മേഖലയിൽ അവർക്കുള്ള കാഴ്ചപ്പാടല്ല അത് പഠിക്കാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവുക. ഈ ഒരു സാമാന്യ വിവരം ആർക്കാണ് അറിയാത്തത്? അതുപോലെ തന്നെ അനുഭവങ്ങൾ. ഈ മലപ്പുറം ജില്ലയുടെ അല്ലെങ്കിൽ പാലക്കാട് ജില്ലയുടെ പുറത്തേക്ക് യാത്ര ചെയ്യാത്ത ഒരാളും ഇതിൽ മാത്രം നിലനിൽക്കുന്ന ഒരാളും തമ്മിൽ വ്യത്യാസമുണ്ട്. കേരളത്തിന് പുറത്തേക്ക് യാത്ര ചെയ്യാത്ത ഒരാളും കേരളത്തിന് പുറത്ത് യാത്ര ചെയ്ത ഒരാളും തമ്മിൽ വ്യത്യാസമുണ്ട്. ഇന്ത്യയുടെ മുഴുവൻ ഭാഗങ്ങൾ കണ്ട ഒരാളും കേരളത്തിനുള്ളിൽ മാത്രം നിന്ന ഒരാളും തമ്മിൽ വ്യത്യാസമുണ്ട്. രാജ്യാതിർത്തികൾക്കപ്പുറത്തേക്ക് പറന്ന ഒരാളും വിമാനയാത്രകൾ നടത്തിയ ഒരാളും വിദേശ രാജ്യങ്ങളിലൂടെ സഞ്ചരിച്ച ഒരു മനുഷ്യനും ഇവിടെ മാത്രം ജീവിച്ച ഒരു ഗ്രാമപ്രദേശത്ത് മാത്രം ജീവിച്ച ഒരു മനുഷ്യനും ഒരേ വിഷയത്തിൽ വ്യത്യസ്ത കാഴ്ചപ്പാടുകളും അവന്റെ ബുദ്ധിതലങ്ങളിൽ വ്യത്യാസങ്ങളും ഉണ്ടായിരിക്കും. അഥവാ തൊഴില്, അറിവ്, അനുഭവം, ചുറ്റുപാട്, ഇതിലെല്ലാം തന്നെ വ്യത്യാസം വരുന്നതിനനുസരിച്ച് മനുഷ്യന്റെ ബുദ്ധിയിലും പെരുമാറ്റത്തിലും അറിവിലും നിഗമനങ്ങളിലും എല്ലാം വ്യത്യാസം വരും. അതുകൊണ്ടാണ് ബുദ്ധി ആപേക്ഷികമാണ് എന്ന് പറയാനുള്ള കാരണം. ഒരു കൃഷിക്കാരനോട് ഒരു ഡോക്ടർ പഠിച്ച കാര്യങ്ങളെ പറ്റി കുറെ പറഞ്ഞാൽ അയാൾക്കൊന്നും മനസ്സിലാവും. ഒരു ഡോക്ടറോട് കൃഷിക്കാരനുമായി ബന്ധപ്പെട്ടൊരു വിഷയം പറഞ്ഞാൽ അയാൾക്ക് മനസ്സിലാവും.
അതാണ് അറിവിൽ ആ മനുഷ്യന്റെ ആപേക്ഷികമാണെന്ന് പറയാനുള്ള കാരണം. അപ്പൊ ആ പരിമിതിയും നമ്മൾ കാണണം. അപ്പൊ അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ? ഇപ്പൊ 2 കാര്യം ഞാൻ പറഞ്ഞു. ഒന്ന്, ബുദ്ധിക്ക് ഇസ്ലാമിൽ സ്ഥാനമുണ്ട്, ചിന്തിക്കണമെന്ന് ഖുർആൻ പറയുന്നുണ്ട്, അതുകൊണ്ട് ചിന്തിക്കണം. എന്നാൽ എല്ലാം എന്റെ ബുദ്ധിയാണ് എന്ന വിചാരം ഒരാൾ വിശ്വാസിക്ക് ഉണ്ടാകാൻ പാടില്ല. ഏറ്റവും വലിയ ബുദ്ധി എന്ന് പറയുന്നത് എന്താ അറിയും? ഏറ്റവും വലിയ ബുദ്ധി അള്ളാഹുവിനും അവന്റെ വേദഗ്രന്ഥത്തിനും കീഴ്പ്പെടലാണ് ഏറ്റവും വലിയ ബുദ്ധി എന്ന് പറയുന്നത്. അതാണ് ഏറ്റവും വലിയ ബുദ്ധി. ഇപ്പൊ ഞാൻ ഒറ്റ എക്സാമ്പിൾ പറഞ്ഞു. ഇപ്പൊ നമ്മളെ ദുനിയാവിൽ തന്നെ നമ്മൾ ജീവിക്കുമ്പോൾ നമുക്കൊരു വിഷയത്തിൽ ഒരു പ്രത്യേക അറിവ് വേണമെങ്കിൽ ആ വിഷയത്തിൽ ഏറ്റവും ഉയരത്തിൽ നിൽക്കുന്ന ആളാരാണോ അയാളെയാണ് നമ്മൾ സമീപിക്കുക. ഇപ്പൊ ഒരു രോഗം ഉണ്ടായി കരുതുക, ഒരു അസുഖം ഉണ്ടായി കരുതുക. അസുഖം ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യും? നമ്മൾ തൊട്ടടുത്തൊരു ക്ലിനിക്കിൽ പോകും. അപ്പൊ അദ്ദേഹത്തിന്റെ ഉള്ളിൽ നിൽക്കുന്ന വിഷയമാണെങ്കിൽ അതിന് ചികിത്സിക്കും. പക്ഷെ അദ്ദേഹം അത് നോക്കിയിട്ട് പറയാണ്, നിങ്ങൾ വേറൊരു ടെസ്റ്റ് കൂടിയും ചെയ്യണം, വേറൊരു ഡോക്ടറെ കൂടിയും കാണണം. നമ്മൾ അവിടേക്ക് പോകും, റെഫർ ചെയ്യും, അവിടെ ചെല്ലും. അദ്ദേഹം നോക്കിയിട്ട് പറയണത്, നിങ്ങൾ ഇവിടെ നിന്നാൽ പറ്റില്ല, മെഡിക്കൽ കോളേജിൽ പോകണം. നമ്മൾ അങ്ങോട്ട് പോകും. പിന്നെ അവിടുന്ന് സർജറി വേണമെന്ന് പറയുന്നു. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? അവിടുന്ന് പോന്നു. എന്നിട്ടോ ഒരുപാട് ഡോക്ടർമാരോട് ചോദിച്ചു. അപ്പൊ അവരൊക്കെ പറയണത്, ഈ രേഖ നോക്കിയിട്ട് പറയണ ഈ ഡോക്ടർ തന്നെയാണ് ഈ വിഷയത്തിൽ ഇന്ന് കേരളത്തിൽ ഇല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ ഏറ്റവും യോഗ്യനായ ഡോക്ടർ ഇയാളാണ്. ചെല്ലുന്നിടത്തൊക്കെ ആൾക്കാരതാ പറയും. അവസാനം എന്താ തീരുമാനിക്കുക? ഇയാൾ തന്നെയാണ് ഇതിന്റെ അവസാനത്തെ വാക്കെങ്കിൽ എന്നാ ഓപ്പറേഷൻ തന്നെ, എന്നാ സർജറി തന്നെ. പിന്നെ നമ്മളാണ് മലർന്ന് കിടന്നു കൊടുക്കുകയാണ്. പിന്നെ ആ കുടുംബങ്ങളോട് എന്ത് കാര്യം ചോദിച്ചാൽ എന്താ മറുപടി? ഡോക്ടർ പറഞ്ഞത് സർജറി ചെയ്യണം എന്നാണ്, ഡോക്ടർ പറഞ്ഞത് അവിടെ കീറി മുറിക്കണം എന്നാണ്, ഡോക്ടർ പറഞ്ഞത് അത് കട്ട് ചെയ്ത് ഒഴിവാക്കണം എന്നാണ്, ഡോക്ടർ പറഞ്ഞത് അത് മുറിച്ചു കളയണം എന്നാണ്. നമ്മൾ അവർ പറയുന്നത് കേൾക്കല്ല, അതെന്താ ചെയ്യാ എന്നാണല്ലോ ചോദിക്കുക. എല്ലാവരും അവിടെ എന്ത് ചെയ്യാണ്? അവിടെ പോയിട്ട് അങ്ങോട്ട് സറണ്ടർ ആകും. നിങ്ങൾ ആലോചിക്കണം, ശരിക്കും ആലോചിക്കണത്. ഒരു വിഷയത്തിൽ നമുക്കൊരു എക്സ്പേർട്ടിനെ ആവശ്യം വന്നാൽ ആ എക്സ്പേർട്ട് ആരാണെന്ന് നമ്മളെ ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ചിന്തിക്കും, നമ്മൾ അനുഭവം വെച്ചുകൊണ്ട് അന്വേഷിക്കും, നമുക്ക് കഴിയാവുന്ന സ്രോതസ്സുകളൊക്കെ നമ്മൾ നോക്കും, അതിനൊക്കെ നമ്മളെ ബുദ്ധി ഉപയോഗിക്കും. അത് ഉപയോഗിച്ച് കണ്ടെത്തി ഡോക്ടറെ കണ്ടെത്തി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അയാളെ ഏൽപ്പിക്കുകയാണ്. പിന്നെ അയാളാണ് എന്ത് ചെയ്യണത്? ചികിത്സ നിശ്ചയിക്കണോ ബാക്കിയുള്ള കാര്യം. പിന്നെ നമ്മൾ അതിന്റെ ഇടയിൽ ഈ മരുന്ന് എഴുതാൻ പാടില്ല, അവിടെ കുറിക്കാൻ പാടില്ല, ഇവിടെ തുന്നാൻ പാടില്ല, ആ അവയവം എടുക്കാൻ പാടില്ല എന്നൊന്നും നമ്മൾ പറയാറില്ലല്ലോ. ഞാൻ ഇത്ര വിശദമായിട്ട് പറയുന്നത് എന്തിനാണ്? ഒരു കാര്യം നിങ്ങളോട് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ഈ ഡോക്ടർക്ക് തെറ്റുപറ്റൂലേ? ഡോക്ടർക്ക് തെറ്റുപറ്റാം, മനുഷ്യനാണ്. എഞ്ചിനീയർക്ക് തെറ്റുപറ്റാം, ഏതൊരു മനുഷ്യനും എത്ര വിദഗ്ധനാണെങ്കിലും തെറ്റുപറ്റാം. പക്ഷെ തെറ്റുപറ്റാൻ സാധ്യതയുണ്ട് എന്ന് മനസ്സിലായിട്ടും സ്വന്തം ജീവൻ ഒരു നിർണായക ഘട്ടത്തിലായിട്ടും ആ ജീവൻ അദ്ദേഹത്തിന്റെ മുമ്പിൽ കിടന്നു കൊടുക്കുന്നു. നമ്മൾ എന്ത് ചെയ്യണില്ല? പിന്നെ എന്റെ ബുദ്ധി എന്ന് പറഞ്ഞാൽ നമ്മൾ വരുന്നില്ല. നിങ്ങൾ ആലോചിക്കും, ഒരു തെറ്റും പറ്റാത്ത, ഒരു തെറ്റും പറ്റിയിട്ടില്ലാത്ത, ഇനി ഒരു തെറ്റും ഭാവിയിൽ പറ്റാനില്ലാത്ത, കഴിഞ്ഞ കാലവും വർത്തമാനവും വരാനിരിക്കുന്നതും എല്ലാം അറിയുന്ന പടച്ച തമ്പുരാൻ, അങ്ങനെ ഒരു റബ്ബുണ്ട് എന്ന് നമ്മൾ നമ്മുടെ ബുദ്ധി കൊണ്ട് ആലോചിച്ച് മനസ്സിലാക്കി, പ്രപഞ്ചത്തെക്കുറിച്ച് ചിന്തിച്ച്, ഒട്ടകത്തെക്കുറിച്ച് ആലോചിച്ച്, ആകാശത്തെക്കുറിച്ച് ചിന്തിച്ച്, ഭൂമിയെക്കുറിച്ച് മനസ്സിലാക്കി, ഈ അണ്ഡകടാഹങ്ങളെ കുറിച്ച് അറിഞ്ഞ് ഇതിന്റെ പിന്നിൽ ഒരു സൃഷ്ടാവുണ്ട് എന്ന് കൃത്യമായി നമുക്ക് ബോധ്യപ്പെട്ടു. ആ സൃഷ്ടാവ് അയച്ചതാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ന് മനസ്സിലാക്കി ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ അവതീർണമായ വേദഗ്രന്ഥത്തിന്റെ അവസാനത്തെ പതിപ്പാണ് വിശുദ്ധ ഖുർആൻ എന്ന് ബോധ്യപ്പെട്ടു. അത് അള്ളാഹുവിൽ നിന്നാണെന്ന് മനസ്സിലാക്കി. ഇത് നമ്മളെ ബുദ്ധി കൊണ്ട് നമ്മൾ ശരിക്ക് പഠിച്ച് മനസ്സിലാക്കി ആ പ്രമാണത്തിൽ നമ്മൾ എത്തിക്കഴിഞ്ഞാൽ പിന്നെ കാലത്ത് അള്ളാഹു പറയുന്നു എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മൾ അവിടെ എന്ത് ചെയ്യാൻ പാടില്ല? അള്ളാഹ് പറയുന്നുണ്ടെങ്കിൽ എന്നാലും എന്റെ ബുദ്ധി ഒന്നുകൊണ്ട് നോക്കട്ടെ എന്ന് പറയുന്നത് ശരിയല്ല. മനസ്സിലായല്ലോ? പിന്നെ റസൂലുള്ള പറയുന്നു എന്ന് പറയുമ്പോ അത് റസൂലുള്ള പറഞ്ഞാൽ ഞാൻ എന്റെ ബുദ്ധി കൊണ്ടൊന്ന് നോക്കട്ടെ എന്ന് പറയുന്നത് ശരിയല്ല. അപ്പൊ എവിടെ ബുദ്ധിയുടെ അറ്റം എവിടെ അവസാനിക്കണത്? എവിടെ അവസാനിക്കണമെന്ന് കൃത്യമായി മനസ്സിലാക്കണം. നമ്മളോട് ചിന്തിക്കാൻ പറഞ്ഞു, ചിന്തിക്കണം. എല്ലാം ചിന്തിച്ചും മനസ്സിലാക്കിയും ഖുർആൻ സത്യമാണ്, അള്ളാഹു സത്യമാണ് എന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ അള്ളാഹു പറയുന്നത് ചോദ്യം ചെയ്യാതെ അംഗീകരിക്കുക എന്നതാണ് ഒരു വിശ്വാസിക്ക് കരണീയമായിട്ടുള്ളത്. എന്നാൽ ഒരിക്കലും പിഴക്കാത്ത അള്ളാഹുവിന് കീഴ്പ്പെടുക എന്നതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഖുർആൻ പറഞ്ഞു, വമാ കാന ലിമുഅ്മിനിൻ വലാ മുഅ്മിനത്തിൻ. ഒരു മുഅ്മിനാകട്ടെ, ശരിക്കും മനസ്സിലാക്കണം, ഒരു മുഅ്മിനാകട്ടെ അഥവാ വിശ്വാസിയാകട്ടെ. എന്താ വിശ്വാസി?
ഈ പ്രപഞ്ചത്തിനൊരു സൃഷ്ടാവുണ്ടെന്ന് അവൻ വിശ്വസിക്കുന്നു. ആ അള്ളാഹുവിൽ നിന്ന് അവതീർണമായ ഗ്രന്ഥമാകുന്ന വിശുദ്ധ ഖുർആനെന്ന് വിശ്വസിക്കുന്നു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ ദൂതനാണെന്ന് അവൻ വിശ്വസിക്കുന്നു. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് എന്ന ഷഹാദത്ത് കലിമ അവൻ അംഗീകരിക്കുന്നു. ഇത് അംഗീകരിച്ചു കഴിഞ്ഞാൽ വമാ കാന ലിമുഅ്മിനിൻ വലാ മുഅ്മിനത്തിൻ, ഒരു വിശ്വാസിയാകട്ടെ, ഒരു മുഅ്മിനാകട്ടെ, മുഅ്മിനത്താകട്ടെ, ഇദാ ഖലല്ലാഹു വറസൂലുഹു അംറാ, അല്ലാഹുവും അവന്റെ റസൂലും ഒരു കാര്യത്തിൽ വിധി പറഞ്ഞു കഴിഞ്ഞാൽ അയ്യകൂന ലഹുൽ ഖൈറ, അവന് പിന്നീട് ഒരു ഖൈറത്ത് ഉണ്ടാകാൻ പാടില്ല, അവന് പിന്നീട് ഒരു അഭിപ്രായം ഉണ്ടാകാൻ പാടില്ല, അവന് പിന്നീട് ഒരു ചോയ്സ് ഉണ്ടാകാൻ പാടില്ല, അവന് പിന്നീട് മറ്റൊരു നിലപാടുണ്ടാകാൻ പാടില്ല. അവൻ പൂർണ്ണമായി അല്ലാഹുവും റസൂലും പറഞ്ഞത് കേൾക്കണം. മിൻ അംരിഹിം വമൻ യഅസില്ലാഹ് വറസൂലഹു, അതിനു പകരം അല്ലാഹുവിനെയും റസൂലിനെയും ധിക്കരിച്ചുകൊണ്ട് ആ ആയത്തിന്റെ ബുദ്ധിക്ക് പറ്റുന്നില്ല, ഈ ഹദീസ് എനിക്ക് മനസ്സിലാകുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹുവിനും റസൂലിനും എതിര് നിന്ന് കഴിഞ്ഞാൽ ഫഖദ് ളല്ല ദലാലം മുബീന, അവർ വ്യക്തമായ വഴികേടിലായിരിക്കും എന്നാണ് വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നത്. അപ്പൊ എന്തു മനസ്സിലായി? ഇസ്ലാമിൽ ബുദ്ധിക്ക് സ്ഥാനമുണ്ട്. എന്നാൽ എല്ലാം ബുദ്ധിയല്ല, ബുദ്ധിക്ക് പരിമിതിയുണ്ട്. ആ പരിമിതിക്ക് അപ്പുറത്തുള്ള കാര്യം വഹയിലൂടെയാണ് നമുക്ക് ലഭിക്കുന്നത്. ആ വഹയിലൂടെ ലഭിച്ച കാര്യം നമ്മുടെ ബുദ്ധിയുടെ തുലാസിലിട്ട് കനം തൂക്കാൻ നമ്മളെ ഏൽപ്പിച്ചിട്ടില്ല. അത് നമ്മുടെ ബുദ്ധിക്ക് പരിമിതവുമാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, കൃത്യമായി ഖുർആനും സുന്നത്തും എന്താണോ പറയുന്നത് അത് ഉൾക്കൊള്ളുക, അതിന് കീഴ്പ്പെടുക എന്നതാണ് ഏറ്റവും വലിയ ബുദ്ധി. ഏതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞു, നല്ലൊരു എക്സ്പേർട്ട് ഡോക്ടറെ കണ്ട് അയാളാണ് ചികിത്സിക്കാൻ നല്ലത് എന്ന് നമ്മൾ അന്വേഷണത്തിൽ മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ അയാൾ പറയുന്ന അനുസരിച്ച് കേട്ട് ആ രോഗത്തിന് ചികിത്സക്ക് കീഴ്പ്പെടുക എന്നുള്ളതാണ്. അത് ഡോക്ടറാണ് തെറ്റുപറ്റാം, പക്ഷെ ഒരു തെറ്റും പറ്റാത്ത ആളാണ് പടച്ച തമ്പുരാൻ. ആ അള്ളാഹ് പറയുന്നതിന് കീഴ്പ്പെടുന്നതിന് എന്തിനാ നമ്മൾ അഹങ്കാരം കാണിക്കേണ്ട കാര്യം? പിന്നെ എനിക്കിത് മനസ്സിലാവണില്ല, എന്റെ ബുദ്ധിക്ക് പറ്റണില്ല എന്ന് പറയുന്ന ശൈലി ഒരിക്കലും മുസ്ലിമീങ്ങൾക്ക് യോജിച്ചതല്ല. അപ്പൊ കാര്യങ്ങൾ വ്യക്തത വരുത്തി മനസ്സിലാക്കുക. അള്ളാഹു അങ്ങനെയുള്ള യഥാർത്ഥ മുത്തക്കികളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുന്നതാണ്. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ബഹുമാനരായ സത്യവിശ്വാസികളെ, വിശ്വാസികളെ, നമ്മുടെ ബുദ്ധിക്ക് അസംഭവ്യമായ ഒന്നും വിശുദ്ധ ഖുർആനിലോ ഹദീസുകളിലോ ഉണ്ടാവുകയില്ല. എന്നാൽ നമ്മുടെ ബുദ്ധിയെ അത്ഭുതപ്പെടുത്തുന്ന ചില കാര്യങ്ങൾ ഒരു പക്ഷേ ഉണ്ടായേക്കാം. അങ്ങനെ നമ്മുടെ ബുദ്ധിയെ അത്ഭുതപ്പെടുത്തുന്ന ചില വിഷയങ്ങളാണ് ചില ആളുകൾ ഈ പ്രമാണങ്ങൾ ബുദ്ധിക്കെതിരാണ് എന്ന് പറയാൻ ഉപയോഗിക്കാറുണ്ട്. ഞാൻ എക്സാമ്പിൾ പറയാം, ഉദാഹരണം പറഞ്ഞാന്നറിയാം. നരകം ഇവിടെയുള്ള തീയിന്റെ 79 ഇരട്ടി കത്തുന്നതാണെന്ത്? 70 ഇരട്ടി, 69 കൂടി ചേർന്നതാണ് നരകം എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ തീയിന്റെ ചൂട് എത്രയെന്നറിയാലോ? ഖുർആൻ പറയണത് ആ നരകത്തിന്റെ അടിയിൽ നിന്ന് ഒരു മരം മുളച്ചു വരും. നമ്മൾ ഒരു കോണ്ടെക്സ്റ്റിൽ വെച്ച് ചിന്തിക്കുമ്പോൾ ഒരിക്കലും തീയിൽ എന്ത് ചെയ്യൂല, ഒരു മരം മുളക്കൂല. അപ്പൊ നമ്മൾ പറയണം എന്റെ ബുദ്ധിക്ക് അത് പറ്റണില്ല. അത് അള്ളാഹ് ഇവിടെ ഇങ്ങനത്തെ ഒരു കാലാവസ്ഥയിൽ മരം മുളപ്പിക്കാൻ കഴിയുന്ന അള്ളാഹുവിന് തീയിൽ മരം മുളപ്പിക്കാൻ പറ്റുന്ന വേറെ സാഹചര്യം ഉണ്ടാവും. ഇവിടുത്തെ സാഹചര്യമില്ല പരലോകത്തും സ്വർഗത്തും നരകത്തിലും. ഇത് മനസ്സിലാക്കാനുള്ള ഒരു ബുദ്ധി നമുക്ക് വേണം. എന്നിട്ട് നമ്മൾ പറയണത് ആ ആയത്തിന്റെ ബുദ്ധിക്ക് പറ്റുന്നില്ല, അത് പറയാൻ പാടില്ല. അതാണ് പറഞ്ഞാൽ നമ്മൾ അത്ഭുതപ്പെടുത്തും ഒരു പക്ഷേ, പക്ഷെ അത് നിഷേധത്തിന് കാരണമാകാൻ പാടില്ല. അപ്പോ ഖുർആനിൽ വന്നൊരു സംഭവമാണ്, യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ ഒരു മത്സ്യം വിഴുങ്ങിയെന്ന്. കപ്പലിൽ നിന്ന് അദ്ദേഹത്തെ കടലിലേക്ക് ഇട്ടു, നറുക്കിട്ട് കാണ്ട കടലിൽ കിട്ടും. എന്നിട്ട് കടലിൽ കിട്ടിട്ട് അദ്ദേഹം ആ വഴി മുങ്ങി ഒരു മത്സ്യം അദ്ദേഹത്തെ വിഴുങ്ങി. മത്സ്യം വിഴുങ്ങിയിട്ട് ആ മത്സ്യത്തിന്റെ വയറ്റിൽ വെച്ചുകൊണ്ട് അദ്ദേഹം അള്ളാഹിനോട് പ്രാർത്ഥിച്ചു. എന്നിട്ട് അത് കരയിൽ കൊണ്ടുവന്ന് തുപ്പി. എത്ര ആളുകളെ ബുദ്ധിക്ക് അത് ഡൈജസ്റ്റ് ചെയ്യുന്നുണ്ട്? കാരണം ഓക്സിജൻ കിട്ടേണ്ട മനുഷ്യന്. ഈ ചോദ്യം ചോദിച്ചിട്ട് ഈ ആയത്തിന്റെ ബുദ്ധിക്ക് പറ്റുന്നില്ല എന്ന് പറഞ്ഞാലോ? അത് അള്ളാഹ് പറഞ്ഞതാണ്, അതങ്ങനെ സംഭവിച്ചിട്ടുണ്ട്, അത് പടച്ചോന് കഴിയും എന്ന് വിശ്വസിക്കാനുള്ള ഒരു ബോധം നമുക്ക് വേണ്ടേ? അപ്പൊ നമ്മൾ അത്ഭുതപ്പെടുത്തുന്ന കാര്യങ്ങൾ ഉണ്ടാവും, പക്ഷെ അത് അള്ളാഹു വിശുദ്ധ ഖുർആൻ സത്യമാണ്. ആ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് അംഗീകരിക്കാൻ നമുക്ക് കഴിയണം. റസൂലുള്ളാഹി പറഞ്ഞു, ഞാൻ ബൈത്തുൽ മുഖദ്ദസിലേക്ക് എത്തി ഒരൊറ്റ രാത്രി കൊണ്ട്. അവിടെ നിന്ന് ആകാശത്ത് പോയി വന്നു. ഇസ്രാ മിഅ്റാജ് സംഭവം അതാണ്. ഇത് കേട്ടപ്പോ ഭയങ്കര ചർച്ച അവിടെ. അപ്പൊ കണ്ടില്ല, ഞങ്ങൾ മുഹമ്മദിന് ഭ്രാന്താണെന്ന് പറഞ്ഞത് ശരിയല്ലേ, അദ്ദേഹം പറയുന്നത് കേട്ടില്ലേ? പല ആൾക്കാരും പറഞ്ഞു. അത് അബൂബക്കർ റളിയല്ലാഹു പറഞ്ഞു ആ വിഷയം. ഒരാൾ വന്നിട്ട് പറഞ്ഞു, അബൂബക്കർ റളിയല്ലാഹുവിനോട് പറഞ്ഞു, എന്ത് റസൂലുള്ളാഹി ഇന്നലെ രാത്രി ആകാശത്ത് പോയി വന്നു എന്നാ പറയുന്നത്, നിങ്ങൾ വിശ്വസിക്കണ്ടോ ചോദിച്ചു.
അപ്പൊ അത് പിന്നെ അബൂബക്കർ ചോദിച്ചു, നബി അങ്ങനെ പറഞ്ഞിരിക്കണു ചോദിച്ചു. നബി അങ്ങനെ പറഞ്ഞോ? അദ്ദേഹം പറഞ്ഞു, നബി അങ്ങനെ പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്റെ മുത്ത് നബി അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാ ഈ അബൂബക്കർ അത് വിശ്വസിച്ചിരിക്കുന്നു എന്നാണ്. അന്ന് മുതലാണ് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന് അബൂബക്കർ സിദ്ദീഖ് എന്ന പേര് കൊടുത്തത്. സത്യപ്പെടുത്തുന്നവൻ. അള്ളാഹും റസൂലും പറഞ്ഞാൽ അത് പിന്നെ മുന്നും പിന്നും നോക്കാതെ അത് സത്യപ്പെടുത്തിയത് കൊണ്ടാണ് അബൂബക്കർ സിദ്ദീഖ് എന്ന പേര് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന് വരാനുണ്ടായ കാര്യം. അതുകൊണ്ട് പ്രമാണത്തിലുള്ളത് അംഗീകരിക്കലാണ് ശരിയായ ബുദ്ധി എന്നെന്ത് ചെയ്യണം, നമ്മൾ മനസ്സിലാക്കണം. അതിന്റെ അപ്പുറത്തേക്ക് വർത്താനം പറയണോ അഹങ്കാരിയാണ്. അള്ളാന്റെ അപ്പുറത്തേക്ക് പോവുകയാണ്. ചില്ലറ വിഷയമല്ല അത്. ഖുർആൻ പറയണോ നിങ്ങൾ, ഹുവല്ലദീ അൻസല അലൈക്കൽ കിതാബു മിൻഹു ആയാതും മുഹ്കമാത്. ഹുവല്ലദീ അവനത്രേ അൻസല അലൈക്കൽ കിതാബ് നിങ്ങൾക്ക് വേദഗ്രന്ഥം ഇറക്കി തന്നത്, മിൻഹു ആയാതും മുഹ്കമാത് അതിൽ നല്ല വ്യക്തമായ ആയത്തുകളുണ്ട്. ഹുന്ന ഉമ്മുൽ കിതാബ് അത് ഇതിന്റെ മൂലകേന്ദ്രമെത്രേ, വിശുദ്ധ ഖുർആന്റെ മൂലകേന്ദ്രമെത്രേ ആ വ്യക്തമായ കാര്യങ്ങൾ. വൗഹറു മുതശാബിഹാത് എന്നാൽ അതിൽ പരസ്പര സാദൃശ്യമുള്ള ആയത്തുകളുമുണ്ട്. ഫഅമ്മല്ലദീന ഫീ ഖുലൂബിഹിം സൈഉൻ എന്നാൽ ഹൃദയത്തിൽ വക്രതയുള്ള ആളുകളാകട്ടെ, ഫയത്തബിഊന മാ തശാബഹ മിൻഹു അവരാ വ്യക്തമായ ആയത്തിന്റെ പിന്നാലെ പോകൂല, ആശയക്കുഴപ്പമുള്ളതിന്റെ പിന്നാലെ എന്ത് ചെയ്യുള്ളൂ, അവർ പോവുകയുള്ളൂ. എന്തിനു വേണ്ടി? ഇബ്തിഗാഅൽ ഫിത്ന അവരതുകൊണ്ട് നന്മയല്ല ഉദ്ദേശിക്കുന്നത്, ഇസ്ലാമിൽ മുസ്ലിമീങ്ങൾക്കിടയിൽ ഫിത്ന ഉണ്ടാക്കാനാണ് ഉദ്ദേശിക്കുന്നത്. വബ്തിഗാഅ തഅ്വീലിഹി അവർക്ക് വ്യാഖ്യാനിക്കാൻ വളരെ വലിയ ആഗ്രഹമാണ്. അവർ വ്യാഖ്യാനിക്കാനും ഫിത്ന ഉണ്ടാക്കാനും വേണ്ടി അവരാ സദൃശ്യമുള്ള ആയത്തിന്റെ പിന്നാലെ പോകുന്നു. എന്നിട്ടോ ആ മുതശാബിഹായ സദൃശ്യമുള്ള ആയത്തുകളുടെ ശരിയായ വിവക്ഷ വിശദീകരിക്കാൻ അള്ളാഹുവിന് മാത്രമേ കഴിയുകയുള്ളൂ. അതുകൊണ്ട് തന്നെ അറിവിന്റെ കാര്യത്തിൽ അടിയുറച്ച ആളുകൾ ഉണ്ടാവും. ശരിക്ക് കാര്യം ഇസ്ലാം പഠിച്ച മനുഷ്യന്മാർ, അതാണ് അറിവിൽ അടിയുറച്ച ആളുകൾ. അവര് പറയും യഖൂലൂന അവര് പറയും എന്ത്, ആമന്നാ ബിഹി ഞങ്ങളിതാ ഇതിലും വിശ്വസിച്ചിരിക്കുന്നു, ഞങ്ങൾ ഖുർആനിന്റെ എല്ലാ ആയത്തുകളിലും ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു. കാരണം കുല്ലും മിൻ ഇൻദി റബ്ബിനാ ഇതെല്ലാം ഞങ്ങളുടെ റബ്ബിന്റെ അടുക്കൽ നിന്നുള്ളത് തന്നെയാണ്. വമാ യദ്ദക്കറു ഇല്ലാ ഉലുൽ അൽബാബ് ഇത് ബുദ്ധിമാന്മാരല്ലാതെ ഉറ്റാലോചിക്കുകയില്ല. ഏറ്റവും വലിയ ബുദ്ധി എന്ന് പറയുന്നത് എന്താ? ഖുർആനും ഹദീസും ഇറങ്ങിയത് അള്ളാന്റെ അടുത്തു നിന്നാണ് എന്ന് അംഗീകരിച്ച അതാണ് വിശ്വസിക്കലാണ് ശരിയായ ബുദ്ധി എന്നാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. അപ്പൊ ചില ആൾക്കാർ ഒരു ഹദീസ് ആയത്തൊക്കെ ഹദീസ് എന്ന് പറഞ്ഞാൽ അതിൽ കുറെ ലൈഫില്ലേ സഹോദരങ്ങളെ. ലൈഫിനെ പറ്റി അല്ല ഈ പറയുന്നത്. സ്വഹീഹായി മുസ്ലിം ലോകം അഹ്ലുസുന്നത്തി വൽ ജമാഅയുടെ പണ്ഡിതന്മാർ കൃത്യമായി സ്വഹീഹാണെന്ന് കൃത്യമായി ബോധ്യപ്പെടുത്തിയ ആ ഹദീസുകളെ സംബന്ധിച്ചാണ് നമ്മൾ പറയുന്നത്. ചില ആളുകൾ പറയും അറബിയിൽ എഴുതിയതൊക്കെ ഹദീസാന്ന് പറയുന്ന ആൾക്കാരാണ് ഇതൊക്കെ പറയുന്നത്. അങ്ങനെയല്ല, സ്വഹീഹാണെന്ന് ഉറപ്പുള്ളതാണ് നമ്മൾ പറയുന്നത്. അതുപോലെ തന്നെ അഖിലും നഖിലും വന്നാൽ, അഖില് എന്ന് പറഞ്ഞാൽ ബുദ്ധി, നഖില് എന്ന് പറഞ്ഞാൽ പ്രമാണം, ഇത് രണ്ടും വന്നു കഴിഞ്ഞാൽ നഖിലിനെയാണ് മുൻപിക്കേണ്ടത്. അഥവാ പ്രമാണത്തിലുള്ളതിനെയാണ് നമ്മൾ മുമ്പിൽ വെക്കേണ്ടത്, നമ്മളെ ബുദ്ധിനെയല്ല. നമ്മളെ ബുദ്ധിനെ കണ്ട് പിറകോട്ട് പിടിക്കുകയാണ് വേണ്ടത്. പിന്നെ ചില ആൾക്കാർ പറയണെന്ന് വെച്ചാൽ ഖുർആന്റെ ആയത്തിലും ഹദീസിലും ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പരീക്ഷിച്ച് മനസ്സിലാക്കും കൂടി വേണം, എന്നിട്ടേ അംഗീകരിക്കേണ്ടതുള്ളൂ എന്നാണ്. അതിന് ഉദാഹരണം ഞാൻ പറഞ്ഞു. ഈച്ച വെള്ളത്തിൽ ചാടിയാൽ അതിനെ മുക്കിയിട്ട് ഒഴിവാക്കാം എന്ന് ഹദീസിലുണ്ട്. അവിടെ വെള്ളം വേണമെങ്കിൽ കുടിക്കാം. അത് ചില ആൾക്കാർ അന്നത്തെ കാലത്ത് പറഞ്ഞു ഇസ്ലാം വൃത്തിയുടെ മതമാണ്, അതുകൊണ്ട് ഒരിക്കലും ഈച്ച ചാടിയ വെള്ളം കുടിക്കാൻ ഇസ്ലാം പറയില്ല, അതുകൊണ്ട് അത് എന്റെ ബുദ്ധിക്ക് പറ്റുന്നില്ല. പിന്നെ അടുത്ത കാലത്ത് എന്ത് ചെയ്തു, ജർമ്മനിയിൽ നിന്ന് ഈ പ്രാണിശാസ്ത്രത്തിൽ വിദഗ്ധരായ മുസ്ലിങ്ങളല്ലാത്ത ചില ശാസ്ത്രജ്ഞന്മാര് ഈച്ചയെ കുറിച്ച് പഠിച്ചിട്ട് അവർ പറഞ്ഞു ഈച്ചന്റെ ഒരു ചിറകിൽ ഔഷധമുണ്ട്, ഒരു ചിറകിൽ രോഗമുണ്ട്. ഇതന്നെയാണ് ഹദീസിലുള്ളത്. അപ്പൊ നേരത്തെ തള്ളിയ ആൾക്കാർ എന്ത് ചെയ്തു, ഈ ഹദീസ് ഇന്ന് അടുക്കാം, കാരണം പരീക്ഷിച്ച് ബോധ്യപ്പെട്ടു. മനസ്സിലായോ? ഇതേപോലെ തന്നെ തേൻ ഔഷധമാണ്, തേനിൽ ശിഫയുണ്ട് എന്ന് പ്രമാണങ്ങളിലുണ്ട്. അത് നമ്മൾ പലപ്പോഴും കണ്ടന്റുകൾ, ഓരോ മരുന്നിന്റെ കണ്ടന്റിനും തേന് കാണും. അപ്പൊ അത് പരീക്ഷിച്ച് വിജയിച്ചു, അതുകൊണ്ട് അംഗീകരിക്കാം. എന്നാൽ സംസം വെള്ളം അതിന് പുണ്യമുണ്ട്, അത് കുടിച്ച് പ്രാർത്ഥിച്ചാൽ നമ്മൾ ഉദ്ദേശിച്ചത് അള്ളാഹു നൽകും.
ഇത് നമ്മൾ പരീക്ഷിച്ചെങ്കിൽ മനസ്സിലായെങ്കിലേ അംഗീകരിക്കേണ്ടതുള്ളൂ. നിങ്ങൾ ആലോചിച്ചു എന്തായിരിക്കും അവസ്ഥ? അതേപോലെ തന്നെ അജുവ കാരക്ക അത് കഴിച്ചാൽ അവനെ വിഷം ബാധിക്കുകയില്ല എന്ന് പറഞ്ഞു, ഹദീസിലുള്ളതാണ്. പക്ഷെ ആൾക്കാർ കുതിരയാക്കാണ്, പരിഹസിക്കുകയാണ്. എന്ത്, ഞങ്ങളൊരു 7 കാരക്ക കഴിച്ചിട്ട് കുറച്ച് കുരുടാൻ കഴിച്ചു നോക്കി, കുറച്ച് വിഷം കഴിക്കുന്നിട്ട് മരിച്ചിട്ടില്ലെങ്കിൽ അത് അംഗീകരിക്കാൻ പറ്റുള്ളൂ. എമൃഗായി പോണത് എന്താണ് നമ്മൾ നാട് പോണത്? അപ്പോ അള്ളാഹ് കാല റസൂലുള്ളാ എന്ന് പറഞ്ഞാൽ അത് പോരാ, പിന്നെ ഏതെങ്കിലും ഒരു ശാസ്ത്രജ്ഞൻ കൂടി അതിന്റെ അടിയിൽ ഒപ്പ് വെച്ചെങ്കിലേ ഹദീസ് എടുക്കുള്ളൂ എന്ന് പറഞ്ഞ് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അശ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്നതിന്റെ അർത്ഥം എന്താ സഹോദരങ്ങളെ? അള്ളാഹ് റസൂൽ ഒരു കാര്യം പറഞ്ഞു, അതാണ് അംഗീകരിക്കണോ, അതിനാണ് ഏറ്റവും, അതാണ് തെളിഞ്ഞ ബുദ്ധി എന്ന് പറയുന്നത്. പിന്നെ ഈ ബുദ്ധി വലുതായ മനുഷ്യന്മാര് ഈ ആയത്തിലും ഹദീസിലുള്ളതൊക്കെ പരിഹസിച്ച് പുച്ഛിച്ച് പോയിട്ടുണ്ട്. പിന്നെ അവർ അവിടേക്കനെ തിരിച്ചും വന്നിട്ടുണ്ട്. അതിന്റെ ഏറ്റവും വലിയ എക്സാമ്പിൾ ആണെന്ന് ചൈന കരയുന്നത്, ജപ്പാൻ കരയുന്നത്, ജർമ്മനി കരയുന്നത്. എന്തിനധികം ഇന്ത്യയിലെ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ ഇന്ന് യു ടേൺ എടുക്കുന്നത്. ഏത് വിഷയത്തിൽ? ജനസംഖ്യയുടെ വിഷയത്തിൽ. നമ്മുടെ സ്കൂളുകളിലൊക്കെ ജനസംഖ്യാ ദിനം വരുമ്പോൾ എന്താ പഠിപ്പിക്കല്? ജനസംഖ്യ കൂടാൻ പാടില്ല, കൂടി ആകെ പ്രശ്നമാണ് അല്ലെ? ഇത്രയും ഇപ്പോഴും തന്നെ പഠിപ്പിക്കും. പക്ഷെ ഇപ്പോ ലോകം തിരിച്ചു ചിന്തിക്കുകയാണെന്ത്? അതിന്റെ മുന്നിൽ നിന്ന രാജ്യം ചൈനയിൽ ഒരു കുട്ടി മതി എന്നാ പറഞ്ഞു. ഇപ്പൊ ചൈന പറയണെന്ത്? ഒരു വീട്ടിൽ മിനിമം 5 കുട്ടികളിലും വേണം. അവർക്ക് പ്രത്യേക ഓഫർ പ്രഖ്യാപിക്കണം. റഷ്യ പ്രഖ്യാപിക്കണം. കേരളത്തിലെ ദക്ഷിണേന്ത്യയിലെ തമിഴ്നാടിന്റെ മുഖ്യമന്ത്രിയാണ് പറഞ്ഞത് ഒരാൾ 16 പ്രസവിക്കണം. അതിന്റെ പൊളിറ്റിക്സ് വേറുണ്ട്. എവിടേക്കാ പോണത്? അതായത് മാൽത്തൂസിയൻ തിയറി എന്ന് പറയുന്നത് ബ്ലണ്ടർ ആയിരുന്നു എന്ന് ഇപ്പോഴാണ് മനസ്സിലാകുന്നത്. ഒരു മനുഷ്യൻ ജനിക്കുക എന്ന് പറഞ്ഞാൽ വായ മാത്രമല്ല അവനുള്ളത്, അവന് കണ്ണുണ്ട്, കാതുണ്ട്, കൈയുണ്ട്, അധ്വാനിക്കാനുള്ള ശേഷിയുണ്ട്, ബുദ്ധിയുണ്ട്, സൂപ്പർ പവർ, കമ്പ്യൂട്ടറിന് വെല്ലുന്ന കമ്പ്യൂട്ടറുണ്ട്, ബുദ്ധിയുണ്ട്. മനുഷ്യ വിഭവശേഷി, മാൻ പവർ ആണ് ഒരു രാജ്യത്തിന്റെ ഏറ്റവും വലിയ സ്വത്ത്. അല്ലാതെ മനുഷ്യന്മാരല്ലാതെ അതല്ല വേണ്ടത്. ഇത് ഇപ്പോഴാണ് മനസ്സിലാകുന്നത്. ഇത് ഇസ്ലാം പറഞ്ഞപ്പോ ഇസ്ലാമിൽ പന്നികൾ പ്രസവിക്കാൻ കളിയൊക്കെ. നല്ലോണം ആലോചിച്ചോളി. നമ്മളെ ബുദ്ധിന്റെ തുലാസിലിട്ട് കണ്ടല്ല ഇസ്ലാമിക നിർദ്ദേശങ്ങൾ പാലിക്കണം. ഇന്ന് ശാസ്ത്രം ഒന്ന് പറയും, നാളെ വേറൊന്ന് പറയും. ഞാൻ പറഞ്ഞില്ലേ കുറെ മാറ്റിയ കാര്യങ്ങൾ. അതുകൊണ്ട് തന്നെ അള്ളാഹും റസൂലും പറഞ്ഞുകൊടുത്ത് നിൽക്കുക. ബുദ്ധി ഉപയോഗിക്കേണ്ടത് അള്ളാഹുവും വഹയും സത്യമാണ് എന്ന് മനസ്സിലാക്കാനാണ്. അത് മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ നമ്മളെ ബുദ്ധി എന്ന് പറഞ്ഞിട്ട് പിന്നെ ആയത്തിന് ഹദീസിന് തള്ളണ സ്വഭാവം പാടില്ല. ഇത് പറയുമ്പോൾ ചില ആൾക്കാർ പറയുന്നത് ഇത് വെച്ചിട്ട് ഇസ്ലാമിൽ ബുദ്ധിക്ക് തന്നെ സ്ഥാനമല്ല എന്നാണ് ഇവർ പറയുന്നത്. അത് ആശയക്കുഴപ്പം ഉണ്ടാക്കണം. ബുദ്ധിക്ക് സ്ഥാനമുണ്ട്, അതിന്റെ സ്ഥാനം ഞാൻ പറഞ്ഞു. എവിടെയാണ് ആയത്ത് ഹദീസ് സ്ഥിരപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അവനാന്റെ ബുദ്ധിക്ക് വെച്ച് എന്ത് ചെയ്യാൻ പാടില്ല. അത് ക്രോസ് ക്വസ്റ്റ്യൻ ചെയ്യുന്നത് ധിക്കാരമാണ്, നിഷേധമാണ്. അള്ളാഹു അങ്ങനെയുള്ള നിഷേധങ്ങളിൽ നിന്ന് നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ.